ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ എല്ലാവരും? നോട്ട്സ് ക്ലിയർ ആണോ? കാണാം കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്ങിൻ്റെ അനാലിസിസ്. അത് പല കേസസും നമ്മൾ പഠിച്ചായിരുന്നു. ബീമിലുള്ള അനാലിസിസ് പഠിച്ചു, കോളത്തിലുള്ള അനാലിസിസ് പഠിച്ചു, അങ്ങനെ ഡിഫറെൻറ്റ് കേസസ് നമ്മൾ പഠിച്ചു. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്തുള്ളത് അനാലിസിസ് ഓഫ് ഹൊറിസോണ്ടൽ ലോഡ്സ് ആണ്. എന്താണ് ഹൊറിസോണ്ടൽ ലോഡ്സ് എന്ന് പറയുന്നത്? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ. എന്താണ് ഹൊറിസോണ്ടൽ ലോഡ്സ്? ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഏതൊക്കെ കാറ്റഗറീസ് വരും? വിൻഡ് ഫോഴ്സ്, നോട്ടിനകത്ത് എഴുതിയിട്ടുണ്ട്, അതുപോലെ നോക്കിയാൽ മതി. വിൻഡ് ഫോഴ്സും എർത്ത് ഫോഴ്സും ആണ് ഹൊറിസോണ്ടൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇനി ഞാൻ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഫോഴ്സസിനെ കുറിച്ച് തരാം, അല്ലെങ്കിൽ നമ്മൾ ലോഡിങ്ങിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. എത്ര ടൈപ്പ് ലോഡിംഗ് ഉണ്ട്? നിങ്ങൾ ഓൾറെഡി നമ്മളെ സ്ട്രക്ചർ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അതായത് ഫസ്റ്റ് മൊഡ്യൂൾ ഇതിനകത്ത് തന്നെ SA 1 തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡിംഗ്? ടെൻസൈൽ, കംപ്രസീവ്. കേട്ടില്ല. ടെൻസൈൽ, കംപ്രസീവ് ലോഡ്. കംപ്രഷൻ ആണോ? പോയിന്റ് ലോഡ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റിക് ലോഡിങ്ങിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ പോയിന്റ് ലോഡ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ മേജറായിട്ട്, അതായത് നമ്മുടെ ലോഡിങ്ങിനെ കുറിച്ച് പറയുമ്പം ഒരു ബിൽഡിങ്ങിൽ ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ലോഡ്സ് എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്ന ലോഡ്, അതായത് സ്റ്റാറ്റിക് ലോഡിംഗ് എന്ന് പറയും. ഒന്നാമത്തത് എന്താണ്? ലൈവ് ലോഡ്, ഡെഡ് ലോഡ്. അതാണ് സ്റ്റാറ്റിക് ലോഡിംഗ് എന്ന് പറയുന്നത്. ലൈവ് ലോഡും ഡെഡ് ലോഡും ആണ്. അതെപ്പോഴും വെർട്ടിക്കൽ ലോഡിംഗ് ആയിരിക്കും. അതൊരു ബിൽഡിങ്ങിൽ ബീമിലായാലും കോളത്തിലായാലും വെർട്ടിക്കലി ആയിരിക്കും ആക്ട് ചെയ്യുന്നത്, മുകളിൽ നിന്ന് താഴേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. പിന്നെ അതിനൊരു പ്രത്യേകതയുണ്ട്, അതൊരു ലോങ് ടേം ലോഡിംഗ് ആണ്. അത് ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കത്തില്ല. ഒരു പോയിന്റിൽ ചിലപ്പം വർഷങ്ങളോളം ഒരേ രീതിയിൽ ആക്ട് ചെയ്യുന്ന ലോഡിംഗ് ആയിരിക്കും സ്റ്റാറ്റിക് ലോഡിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് ആ പേര് അങ്ങനെ വന്നത്, സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം വരാത്ത ലോഡാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒരു റീജിയനിൽ ഒരേ ഇൻറ്റൻസിറ്റിയിൽ കൂടുതൽ സമയം ആക്ട് ചെയ്യുന്ന ലോഡാണ് സ്റ്റാറ്റിക് ലോഡിംഗ്. പറഞ്ഞു മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡൈനാമിക് ലോഡിംഗ് എന്ന് പറയും. എന്താണ് ഡൈനാമിക് ലോഡിംഗ്? വാട്ട് ഈസ് മീൻ ബൈ ഡൈനാമിക് ലോഡിംഗ്? മൂവിംഗ് ലോഡ്സ് എന്നും പറയാം. അതല്ലെങ്കിൽ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ലോഡ്സ് ആണ് ഡൈനാമിക് ലോഡിംഗ്. അതായത് അതിൻ്റെ ഇൻറ്റൻസിറ്റി ആയാലും പോയിന്റ് ഓഫ് ആക്ഷൻ ആയാലും നമ്മുടെ ടൈം മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് എർത്ത് ക്വേക്ക് ലോഡിങ്. വിൻഡ് ലോഡിങ്ങും അതിൻ്റെ എക്സാമ്പിൾ തന്നെയാണ്. അപ്പം എർത്ത് ക്വേക്ക് ആണെങ്കിലും വിൻഡ് ആണെന്നുണ്ടെങ്കിലും അതൊരു പോയിന്റിലായിരിക്കത്തില്ല ആക്ട് ചെയ്യുന്നത്. അത് ചിലപ്പം ഇൻറ്റൻസിറ്റി കൂടിയും ആക്ട് ചെയ്യാം, ചിലപ്പോൾ കുറഞ്ഞ് ആക്ട് ചെയ്യാം, പിന്നെ പല റീജിയൻസിൽ ആക്ട് ചെയ്യാം. അതാണ് എർത്ത് ക്വേക്ക് ലോഡിങ്ങിൻ്റെയും വിൻഡ് ലോഡിങ്ങിൻ്റെയും പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഡൈനാമിക് ലോഡിംഗ് എന്ന് വിളിക്കാൻ കാരണം. അപ്പം ലോഡിങ്ങിൻ്റെ മേജർ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ലോഡിങ്ങും ഡൈനാമിക് ലോഡിങ്ങും. സ്റ്റാറ്റിക് ലോഡിങ്ങിൽ വരുന്നതാണ് നമ്മുടെ ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഡൈനാമിക് ലോഡിങ്ങിൽ വരുന്നതാണ് വിൻഡ് ലോഡ്, എർത്ത് ക്വേക്ക് ലോഡ്, എക്സെട്ര. ഇനി ഇതിൻ്റെ പ്രത്യേകത, സ്റ്റാറ്റിക് ലോഡിങ് ഒരു മെജോറിറ്റി സ്റ്റാറ്റിക് ലോഡിംഗ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലോഡിംഗ് ആയിരിക്കും. ഡൈനാമിക് ലോഡിംഗ് എന്ന് പറയുന്നത് മെജോറിറ്റി ഹൊറിസോണ്ടൽ ലോഡിംഗ് ആയിരിക്കും. പിന്നെ എർത്ത് ക്വേക്ക് ലോഡിങ്ങിൽ തന്നെ ചെറിയൊരു പോർഷൻ വെർട്ടിക്കൽ ലോഡിംഗ് വരാറുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ അനാലിസിസിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ലോഡിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പം സ്റ്റാറ്റിക് ലോഡിങ്ങിൽ നമ്മൾ വെർട്ടിക്കൽ അനാലിസിസ് ആയിരിക്കും ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ലോഡിംഗ് വരുമ്പോൾ നമ്മൾ
ഡൈനാമിക് ലോഡിങ് വരുമ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ അനാലിസിസ് ആയിരിക്കും ചെയ്യുന്നത്. ഇതാണ് മേജറായിട്ട് ലോഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ ഇനി അടുത്ത റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ ഹൊറിസോണ്ടൽ ലോഡിനെ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൽ അനാലിസിസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഹൊറിസോണ്ടൽ ഫോഴ്സസ് കോസസ് ആക്സിയൽ ഫോഴ്സ് ഇൻ കോളംസ്, ബെൻഡിങ് മൊമെന്റ് ഇൻ ഓൾ ദ മെമ്പേഴ്സ് എക്സെട്ര. ഇനി നമ്മളെപ്പോഴും ഒരു ഇത് ഉണ്ട്, അതായത് ഹൊറിസോണ്ടൽ ലോഡിംഗ് എന്ന് പറയുന്നത് ജോയിൻസിലായിരിക്കും ആക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അതായത് നമ്മുടെ മെമ്പേഴ്സിലല്ല, ഓരോ ജോയിൻറ്റിലായിരിക്കും നമ്മൾ ആക്ട് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നത്. അതാണ് ഹൊറിസോണ്ടൽ ലോഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പം ഹൊറിസോണ്ടൽ ലോഡിംഗ് അനാലിസിസ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡ് പോർട്ടൽ ഫ്രെയിം മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് ഈസ് പോർട്ടൽ ഫ്രെയിം മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് ഈസ് കാൻഡിലിവർ മെത്തേഡ്. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഒന്നാമത്തെ മെത്തേഡിലേക്ക് പോവുകയാണ്, പോർട്ടൽ ഫ്രെയിം മെത്തേഡ്. എന്താണ് പോർട്ടൽ ഫ്രെയിം മെത്തേഡിലെ അസംഷൻസ്? ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ ഒക്കേഴ്സ് അറ്റ് മിഡ് പോയിന്റ് ഓഫ് ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ദി ഫ്രെയിം. അപ്പം ആ ഒന്നാമത്തെ അസംഷൻ പറയുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് മീൻ ബൈ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ? മൊമെന്റ് മാക്സിമം ഷിയർ ഫോഴ്സ് 0 ആയിട്ട്. അത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ്. മൊമെന്റ് സൈൻ ചേഞ്ച് ചെയ്യുന്നു. അതെ, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബീമിലോ അല്ലെങ്കിൽ ഒരു കോളത്തിലോ മൊമെന്റ് സൈൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റിന് പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ. അതായത് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കോ അല്ലെങ്കിൽ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കോ സൈൻ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ എപ്പോഴും പോർട്ടൽ ഫ്രെയിം മെത്തേഡിൽ അസംഷൻ എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മെമ്പേഴ്സിന്റെ മിഡ് പോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുന്നത് എന്നൊരു അസംഷൻ ഉണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ അസംഷൻ. രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഷിയർ ഈസ് ടേക്കൺ ബൈ ദി ഇന്റീരിയർ കോളം ഈസ് ഡബിൾ ദാറ്റ് ഓഫ് ദി എക്സ്റ്റീരിയർ കോളം. അതാണ് രണ്ടാമത്തെ. അതായത് നമ്മളിപ്പം ഇവിടെ ഒരു ഫ്രെയിം നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫ്രെയിം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഇന്റീരിയർ കോളവും എക്സ്റ്റീരിയർ കോളവും ഏതൊക്കെയാണ്? AI എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ കോളം, അതുപോലെ DL എന്ന് പറയുന്നതും എക്സ്റ്റീരിയർ കോളമാണ്. അതേസമയത്ത് BJയും CKയും എന്ന് പറയുന്നത് ഇന്റീരിയർ കോളംസ് ആണ്. സോ അവിടെ എക്സ്റ്റീരിയർ കോളം എടുക്കുന്ന ഷിയർ ഫോഴ്സ് X ആണെങ്കിൽ ഇന്റീരിയർ കോളംസ് എടുക്കുന്ന ഷിയർ ഫോഴ്സ് 2X ആയിരിക്കും. അപ്പം രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഷിയർ ടേക്കൺ ബൈ ദി ഇന്റീരിയർ കോളം ഈസ് ഡബിൾ ദാറ്റ് ഓഫ് ദി എക്സ്റ്റീരിയർ കോളം. അതാണ് രണ്ടാമത്തെ അസംഷൻ. ഓക്കെ, ഈ രണ്ട് അസംഷൻസിനെ ബേസ് ചെയ്തിട്ടായി, രണ്ട് അസംഷൻസ് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പോർട്ടൽ ഫ്രെയിം മെത്തേഡ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കേണ്ടത് ഇതൊക്കെ തെറ്റാണ്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് അങ്ങ് പോവാം. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? ഹൊറിസോണ്ടൽ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ആ ഒരു മെമ്പറിൽ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് അസംഷൻസ് ആണ് ഉള്ളത്. എന്താണ് ഒന്നാമത്തെ അസംഷൻ? എന്താ ഇപ്പം നോക്കിക്കോ, AE എന്ന് പറയുന്ന മെമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ ആണ് ഈ ഡോട്ട് ഇട്ട് കാണിച്ചിരിക്കുന്നത്. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ വിൽ ബി അറ്റ് ദി മിഡ് പോയിന്റ് ഓഫ് ദാറ്റ് മെമ്പർ. അതുപോലെ AB എന്ന് പറയുന്ന മെമ്പർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ചർ എന്ന് പറയുന്നത് അതിൻ്റെ മിഡ് പോയിന്റിലായിരിക്കും. അതാണ് ഒന്നാമത്തെ അസംഷൻ. രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ കോളം എടുക്കുന്ന ഷിയർ ഫോഴ്സിൻ്റെ ഡബിൾ ആയിരിക്കും ഇന്റീരിയർ കോളം എടുക്കുന്നത്. ഈ രണ്ട് അസംഷൻസിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലോഡിങ്ങിന് വേണ്ടിയിട്ട് പോർട്ടൽ ഫ്രെയിം മെത്തേഡിൽ ഡിസൈൻ ചെയ്യുന്നത്, അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഒന്നാമത്തെ പോർട്ടൽ ഫ്രെയിം മെത്തേഡിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും?
കാണാം സർ. ഓക്കെ. അനലൈസ് ദി ഫ്രെയിം ഷോൺ ഇൻ ദി ഫിഗർ ബൈ പോർട്ടൽ ഫ്രെയിം മെത്തേഡ്. ഇവിടെ ഒരു സിമ്പിൾ ഫ്രെയിമാണിത്. ഒരു സിമ്പിൾ പോർട്ടൽ ഫ്രെയിം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് ബീമിൻ്റെ ലെങ്ത് 4 മീറ്റർ, കോളത്തിൻ്റെ ഹൈറ്റ് 6 മീറ്റർ, ഡിനോട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ ABCD. ഇനി ഇവിടെ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ലോഡിംഗ് എന്ന് പറയുന്നത് 20 kN ലോഡാണ്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഒരു വിൻഡ് ലോഡിംഗ് എന്നുള്ളൊരു അസംഷനിൽ എടുക്കാം. ഒരു 20 kN വിൻഡ് ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് അടിക്കുന്നതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫ്രെയിമിനെ അനലൈസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രെയിമിൽ ആക്ട് ചെയ്യുന്ന ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അനാലിസിസിൻ്റെ ക്വസ്റ്റ്യൻസിൽ എപ്പോഴും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ ഒരു ഫ്രെയിമിൽ ആക്ട് ചെയ്യുന്ന ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കുക. അതാണ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം നമുക്ക്. ഓക്കെ. കേൾക്കുന്നുണ്ടോ എല്ലാവരും? കേൾക്കാം സർ. ഓക്കെ. അപ്പം നമ്മുടെ അസംഷൻസ് ആദ്യം തന്നെ എഴുതുക. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അസംഷനാണ്. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ഈസ് അറ്റ് ദി മിഡ് പോയിന്റ് ഓഫ് ദി മെമ്പേഴ്സ്. ഷിയർ റെസിസ്റ്റൻസ് ഓഫർഡ് ബൈ ദി ഇന്റീരിയർ കോളം ഈസ് ടോയ്സ് ദാറ്റ് ഓഫ് ദി എക്സ്റ്റീരിയർ കോളം. ഇവിടെ നമുക്ക് രണ്ടാമത്തെ അസംഷൻ്റെ ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ എക്സ്റ്റീരിയർ കോളം മാത്രമേ ഉള്ളൂ, ഇന്റീരിയർ കോളം ഇല്ല. അതുകൊണ്ട് രണ്ടാമത്തെ അസംഷൻ നമുക്ക് ആവശ്യമില്ല. ഒന്നാമത്തെ അസംഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇനി ഈ ഫിഗർ വരച്ചിരിക്കുന്നത് അനാലിസിസ് എല്ലാം ചെയ്തതിന് ശേഷം വരയ്ക്കാനുള്ളതാണ്. അവർ നേരത്തെ അങ്ങ് വരച്ച് വെച്ചതേ ഉള്ളൂ. അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം. നമ്മൾ എങ്ങനെയാണിത് അനലൈസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഹൊറിസോണ്ടൽ ഷിയർ ഇൻ ദി കോളം. നമുക്ക് ആദ്യമേ അറിയാം ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലോഡിംഗ് ആണുള്ളത്. അപ്പം ഹൊറിസോണ്ടൽ ലോഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ കോളത്തിൽ വരുന്ന ഹൊറിസോണ്ടൽ ഷിയർ ഫോഴ്സ് ആയിരിക്കും. കാരണം നമുക്ക് ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് അത് കിട്ടും. ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോട്ടഡ് പോയിന്റ് കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ആണ്. ആ ഡോട്ട് ഇട്ട് കാണിച്ചിരിക്കുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് ആണ്. അപ്പോൾ ഞാൻ ഈ ഫ്രെയിമിൻ്റെ കോളത്തിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കോളത്തിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഞാൻ ഈ ഫ്രെയിം വരച്ചു. ഓക്കെ. അപ്പോൾ ഈ ഒരു ഡോട്ട് എന്ന് പറയുന്നത് കോളത്തിൻ്റെ സെൻറ്റർ പോയിന്റ് ആണ്. ഇതും കോളത്തിൻ്റെ മിഡ് പോയിന്റ് ആണ്. ഇത് നമ്മുടെ ബീമാണ്. അപ്പം ഒരു 20 kN ഫോഴ്സ് റൈറ്റ് സൈഡിലേക്ക് വരുന്നുണ്ട്. സോ നമുക്കറിയാം എപ്പോഴും നമ്മൾ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം, നമ്മുടെ എപ്പോഴും ഫോഴ്സസ് ഷുഡ് ബി ഇൻ ഇക്വിലിബ്രിയം ബോത്ത് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി ആൻഡ് ഓൾസോ ദി മൊമെൻറ്റ് ഷുഡ് ബി ഇൻ ഇക്വിലിബ്രിയം. ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം എടുക്കുമ്പം സിഗ്മ H = 0 എടുക്കും. സിഗ്മ H = 0 എടുക്കുമ്പം ഞാനിവിടെ കോളത്തിൽ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഷിയർ ഫോഴ്സ് P എന്നും ഇവിടെയും P എന്നും പറഞ്ഞെടുക്കുകയാണ്. ഓക്കെ. കാരണം ഇതൊരു സിമെട്രിക്കൽ ഫ്രെയിമാണ്. സിമെട്രിക്കൽ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ രണ്ട് പോയിന്റും ഞാൻ ഫിക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ രണ്ടിടത്തും വരുന്നത് സെയിം ഷിയർ ഫോഴ്സ് ആയിരിക്കും. ഓക്കെ. അപ്പം ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുമ്പം റൈറ്റ് സൈഡിലേക്ക് 20 ഉണ്ട്, ലെഫ്റ്റ് സൈഡിലേക്ക് പിയും ഉണ്ട്. സോ 20 ഈസ് ഈക്വൽ ടു P + P. സോ നമുക്ക് പിയുടെ വാല്യൂ എത്ര കിട്ടും? 10 kN കിട്ടും. സോ ദാറ്റ് ഈസ് ദി ഹൊറിസോണ്ടൽ ഷിയർ ഫോഴ്സ് ആക്ടിങ് ഇൻ ദി കോളംസ്. ഓക്കെ. ഇവിടെ വരെ ക്ലിയർ ആണോ? രണ്ടാമത്തെ സ്റ്റെപ്പ് വരെ ക്ലിയർ ആണോ? ബാക്കിയുള്ളവരൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങിയോ? ഞാൻ പേര് വിളിക്കണം ഓരോരുത്തരെ. ആർക്കും മൈക്കൊന്നും ഇല്ലയോ? ഓക്കെ. അപ്പോൾ അതൊക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് കോളത്തിൽ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഷിയർ ഫോഴ്സ് ആണ് കണ്ടുപിടിച്ചത്. ഇനി കോളത്തിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് കണ്ടുപിടിക്കണം. സോ നമുക്കറിയാം ഈ ഒരു കോളത്തിൽ ഞാനിപ്പോൾ സെൻറ്റർ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ടോട്ടലി ആ ഒരു ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ നമുക്ക്
കോളം എന്ന് പറയുമ്പോൾ 2 മൊമെൻറ്റ്സ് വരും. ഞാൻ ആ ഫിഗർ ഒന്ന് ജസ്റ്റ് കാണിക്കാം. ഇത് കംപ്ലീറ്റ് ചെയ്ത ഫിഗറാണ്, ഞാൻ അല്ലാതെ പറയുകയാണ്. സി എ എന്നൊരു കോളം വരികയാണെന്നുണ്ടെങ്കിൽ ഈ സി എ എന്ന് പറയുന്ന കോളത്തിൽ 2 മൊമെൻ്റ് ആക്ട് ചെയ്യും. ഒന്ന് മൊമെൻ്റ് ആക്ടിങ് അറ്റ് സി ഡ്യൂ ടു ദി എഫക്റ്റ് ഓഫ് എ. ഇനി തിരിച്ചു നോക്കുമ്പം മൊമെൻ്റ് ആക്ടിങ് അറ്റ് എ ഡ്യൂ ടു ദി എഫക്റ്റ് ഓഫ് സി. അപ്പം അവിടെ 2 മൊമെൻറ്റ്സ് വരും. എം സി എയും വരും, എം എ സിയും വരും. സിമിലർലി ഈ ഒരു കോളം എടുക്കുമ്പോഴും എം ഡി ബിയും വരും, എം ബി ഡിയും വരും. അങ്ങനെ മൊത്തം 2 കോളംസിലായിട്ട് നമുക്ക് 4 മൊമെൻറ്റ്സ് ആക്ട് ചെയ്യും. ഓക്കെ, ഇനി ആ മൊമെൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ട് ആ ഒരു കോളത്തിൽ വരുന്ന റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇൻറ്റു h/2, കാരണം സെൻട്രലിലുള്ള മൊമെൻ്റ് ആണെന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മൊമെൻ്റ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പി ആക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 20 ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്താണ്? 20യും പിയും ഇത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഒരു റിസൾട്ടൻ്റ് ആയിട്ട് 10 kN ആണ് ഫോഴ്സ് വരുന്നത്. 10 kN ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്, ഹാഫ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അവിടെ വരുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് മൈനസ് പി ഇൻറ്റു h/2. എന്തുകൊണ്ടാണ് നെഗറ്റീവ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റ് കട്ടായിരുന്നോ? ആ സാർ, ഇടയ്ക്കൊന്നും കേട്ടില്ലായിരുന്നു. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ആ ഒരു കോളത്തിൽ സെൻറ്ററിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന റിസൾട്ടൻറ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് മൈനസ് പി ഇൻറ്റു h/2. മൈനസ് പി ഇൻറ്റു h/2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്റ്റൻസിൻ്റെ ഹാഫ് ഓഫ് ദി ഹൈറ്റ് ഓഫ് ദി കോളം. ഇത്രയും എന്തുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ ഇട്ടിരിക്കുന്നത്? ബിക്കോസ് പി എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇതിൻ്റെ എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം എം സി എ ആയാലും എം എ സി ആയാലും എം ഡി ബി ആയാലും എം ബി ഡി ആയാലും സെയിം വാല്യൂ തന്നെ ആയിരിക്കും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് സൈൻ മൈനസ് ഓഫ് പി ഇൻറ്റു h/2. പി ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ എടുത്തത്. ദറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. അപ്പം പി എത്രയാണ്? 10 ഇൻറ്റു ഹൈറ്റ് 6 ആണ്. 10 ഇൻറ്റു 6/2 നമുക്ക് മൈനസ് 30 kN എന്ന് കിട്ടും. സോ നമ്മൾ ഫിഗറിനകത്ത് സെൻറ്റർ പോയിന്റിലാണ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും എല്ലാം ആക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ 10 kN ഷിയർ സെൻറ്ററിൽ ആക്ട് ചെയ്യും. അതുപോലെ നമുക്ക് കിട്ടിയ മൊമെൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഈ പോയിന്റിന് മുകളിലായിട്ട് 30 kN, ഈ പോയിന്റിന് താഴെയായിട്ട് 30 kN. അതുപോലെ ഈ ഒരു കോളത്തിൽ. ഓക്കെ, അപ്പം ആദ്യത്തെ കോളത്തിൽ എം സി എ എന്ന് പറയുന്നത് മൈനസ് 30 kN, എം എ സി എന്ന് പറയുന്നത് മൈനസ് 30 kN. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, രണ്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അതുപോലെ ഷിയറിൻ്റെ ഡയറക്ഷൻ ഈ പോയിന്റിന് മുകളിലായിട്ട് ലെഫ്റ്റ് സൈഡിലേക്കും ഈ പോയിന്റിന് താഴെയായിട്ട് റൈറ്റ് സൈഡിലേക്കും. ഇങ്ങനെയാണ് നമ്മൾ ഷിയറിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നത്. കാരണം എപ്പോഴും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും ആ പോയിന്റിൽ വരുന്ന ഷിയർ. കോളം മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായോ? മനസ്സിലായി സാർ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ഈ ഇക്വേഷൻ അങ്ങ് പഠിച്ചാൽ മതി. ഈ ഒരു സിമ്പിൾ ഇക്വേഷൻ അങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. നിങ്ങൾ ഒരുപാടിട്ട് കൺഫ്യൂഷൻ ആക്കാൻ നിൽക്കണ്ട അവിടെ. ഓക്കെ, ഇനി ബീം മൊമെൻറ്റ്, നമ്മൾ കോളം മൊമെൻറ്റും കോളം ഷിയറും കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് ഫിഗറിൽ വരയ്ക്കുക. ആ ഫിഗറിനകത്ത് നമ്മൾ 10 kN ഇങ്ങോട്ടും ഇവിടെയും 10 kN മാർക്ക് ചെയ്യുക. 30 kN ആൻറ്റി ക്ലോക്ക് വൈസ്, ഇവിടെയും 30 kN ആൻറ്റി ക്ലോക്ക് വൈസ്, ഇവിടെയും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ഇത്രയും കോളത്തിലുള്ള കാര്യങ്ങൾ ഇത്രയും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ബീമിൽ ആക്ട് ചെയ്യുന്ന മൊമെൻ്റ് ആണ്. ബീമിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ബീമിൽ ആക്ട് ചെയ്യുന്ന മൊമെൻറ്റ് എന്ന് പറയുമ്പം നമുക്ക് ഒരു ജംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ,
അതായത് സി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടൻറ്റ് മൊമെൻറ്റ് 0 ആയിരിക്കണം. അപ്പം റിസൾട്ടൻറ്റ് മൊമെൻറ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 30 kN ആൻറ്റി ക്ലോക്ക് വൈസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ബീമിൽ 30 kN പോസിറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യണം, അതായത് ക്ലോക്ക് വൈസ് ആയിട്ട് ആക്ട് ചെയ്യണം. അതാണ് സിമ്പിളായിട്ടുള്ള കാര്യമാണ്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. എം സി ഡി എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ഓഫ് എം സി എ ആയിരിക്കും. സോ മൈനസ് ഓഫ് -30 kN. എം ഡി സി എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് എം ഡി ബി ആയിരിക്കും, മൈനസ് ഓഫ് -30 kN. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ 30 kN ആൻറ്റി ക്ലോക്ക് വൈസ് ഉണ്ടെങ്കിൽ ഇവിടെ 30 kN ക്ലോക്ക് വൈസ് വന്നിരിക്കണം. അതുപോലെ ഇവിടെയും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഉണ്ടെങ്കിൽ ഇവിടെയും ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് വരണം. അങ്ങനെയാണ് ബീമിനകത്ത് മൊമെൻ്റ് വരുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബീമിലുള്ള ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് നിങ്ങൾ പണ്ട് മോസിനകത്തൊക്കെ പഠിച്ച മെത്തേഡാണ്. നമ്മുടെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്ത് മൊമെൻറ്റ് ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്ത് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പം ഞാൻ ബീം മാത്രം വരയ്ക്കുകയാണ്. ബീം എന്ന് പറയുന്നത് സി ഡി ആണ്. സി ഡി എന്ന് പറയുന്ന ബീം ഞാനെടുത്ത് ഇവിടെ വരച്ചു. സി ഡിയിലുള്ള റിയാക്ഷൻസ് ആണ് നമ്മുടെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. സി ഡിയിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻസ് ആർ സിയും ആർ ഡിയും ആണ് നമ്മുടെ ബീമിൻ്റെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഞാൻ ആർ സിയും ആർ ഡിയും മാർക്ക് ചെയ്തു. ഇനി നമുക്കറിയാം, നമ്മൾ ബീമിൻ്റെ മൊമെൻറ്റ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഒരു ക്ലോക്ക് വൈസ് 30 kN, ഇവിടെയും ക്ലോക്ക് വൈസ് 30 kN ഓൾറെഡി കിട്ടിയായിരുന്നു ബീമിൻ്റെ മൊമെൻ്റ് ആയിട്ട്. ഞാൻ ആ ബീമിൻ്റെ മൊമെൻറ്റ് മാർക്ക് ചെയ്തു. ഇവിടെ ബീം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, കോളം ഒന്നും എടുക്കണ്ട. അതുകൊണ്ട് ബീമിൻ്റെ മൊമെൻറ്റ് മാത്രം മാർക്ക് ചെയ്താൽ മതി. സോ എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് ആർ സിയും ആർ ഡിയും ആണ്. അത് ഞാൻ റിയാക്ഷൻസ് ആയിട്ട് കാണിച്ചു. പിന്നെ ബീമിൽ ആക്ട് ചെയ്യുന്ന 2 ക്ലോക്ക് വൈസ് മൊമെൻറ്റും ഞാൻ കാണിച്ചു. ഇനി ഏതെങ്കിലും ഒരു പോയിന്റ്, ഒന്നിൽ സി അല്ലെങ്കിൽ ഡി, ഏതെങ്കിലും ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് നിങ്ങൾ മൊമെൻറ്റ് എടുക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ടേക്കിംഗ് മൊമെൻറ്റ് അബൌട്ട് സി. സിയെ ബേസ് ചെയ്ത് മൊമെൻറ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം ഈ ബീമിൽ എത്ര മൊമെൻറ്റ്സ് ഉണ്ട്? 30 kN ക്ലോക്ക് വൈസ്, 30 kN ക്ലോക്ക് വൈസ്. സോ 30 പോസിറ്റീവ് 30 പ്ലസ് പോസിറ്റീവ് 30. ഇനി ഈ ഒരു പോയിന്റിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ ലിവറാം ഇല്ലാത്തതുകൊണ്ട് ആർ സി നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഇനി ഡിസ്റ്റൻസ് ഇൻറ്റു ആർ ഡി, ഡിസ്റ്റൻസ് എത്രയാണ്? 4. സോ ആർ ഡി ഇൻറ്റു 4, അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആർ ഡി ഇൻറ്റു 4 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. സോ മൈനസ് സൈൻ ഇട്ടു. സോ 30 പ്ലസ് 30 മൈനസ് ആർ ഡി ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ മൊമെൻറ്റ് ഇക്വിലിബ്രിയം ഓഫ് മൊമെൻറ്റ് എബൌട്ട് സി. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ ആർ ഡിയുടെ വാല്യൂ 15 kN എന്ന് കിട്ടും. 15 kN ഇറ്റ് ഇസ് പോസിറ്റീവ് വാല്യൂ. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ആകുമ്പോഴത്തേക്കും നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. ഞാൻ അതുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ കൺസിഡർ ചെയ്തു. ഇനി നമുക്കറിയാം അവിടെ വേറെ ഫോഴ്സസ് ഒന്നുമില്ല. സോ ആർ ഡി പ്ലസ് ആർ സി വിൽ ബി ഈക്വൽ ടു 0. അതിൽ നമുക്ക് ആർ സി ഇസ് ഈക്വൽ ടു -15 എന്ന് കിട്ടും. സോ ഡൗൺവേർഡ് ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി അതെവിടെയാണ് മാർക്ക് ചെയ്യുന്നത്? ഈ പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ആർ സി. സോ ലെഫ്റ്റ് സൈഡിൽ ആർ സി നെഗറ്റീവ് ആണ്, താഴോട്ട് മാർക്ക് ചെയ്തു. റൈറ്റ് സൈഡിൽ ആർ ഡി പോസിറ്റീവ് ആണ്, അതുകൊണ്ട് അത് മുകളിലോട്ട് മാർക്ക് ചെയ്തു. പോസിറ്റീവ് നെഗറ്റീവ് അത് രണ്ടും ഞാൻ ബീമിൽ ആ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷറിൻ്റെ, ഇതാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷർ. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷറിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലോട്ട് മാർക്ക് ചെയ്തു. ഇപ്പം നമ്മുടെ ബീമിലുള്ള എല്ലാ വാല്യൂസും കംപ്ലീറ്റ് ആയി. ഷിയർ ഫോഴ്സ്, ബീമിലുള്ള ഷിയർ ഫോഴ്സ് കിട്ടി, ബീമിലുള്ള 2 മൊമെൻറ്റ് കിട്ടി, കോളത്തിലുള്ള ഷിയർ ഫോഴ്സ് കിട്ടി, കോളത്തിലുള്ള 2 മൊമെൻറ്റ്സ് കിട്ടി. ഇനി കോളത്തിലുള്ള ഇത് ലാസ്റ്റ് സ്റ്റെപ്പ് സിമ്പിളാണ്. ജസ്റ്റ് കോളത്തിലുള്ള ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എന്ന് പറയുന്ന കോളത്തിൽ ഈ ബീമിൽ ആക്ട് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ആയിരിക്കും ഈ കോളത്തിൽ ആക്ട് ചെയ്യുന്നത്. സോ സി എക്കകത്ത് ആക്ട് ചെയ്യുന്നത് -15 ആയിരിക്കും ഡൗൺവേർഡ്സ്. ഇനി ഡി ബി എന്ന് പറയുന്ന കോളത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദി ഷിയർ ഫോഴ്സ് ഇൻ ഡി സി. അതായത് ഈ പോർഷനിൽ ഡിയിൽ നിന്നും സിയിലേക്കുള്ള പോർഷനിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ്. സോ ഇറ്റ് ഈസ് അപ്വേർഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ് ആ ഫിഗർ ഞാൻ ഒന്നുകൂടെ വരച്ചു. ഫിഗറിലെല്ലാം മാർക്ക് ചെയ്തു.
കോളത്തിലെ 2 മൊമെൻറ്റ്സ് മാർക്ക് ചെയ്തു, കോളത്തിലെ ഷിയർ മാർക്ക് ചെയ്തു, ഈ കോളത്തിലെ 2 മൊമെൻറ്റ്സ് മാർക്ക് ചെയ്തു, ഷിയർ മാർക്ക് ചെയ്തു, ബീമിലെ ഷിയർ മാർക്ക് ചെയ്തു, ബീമിലെ മൊമെൻറ്റ്സ് മാർക്ക് ചെയ്തു. സോ നമ്മുടെ വാല്യൂസ് എല്ലാം വെച്ചുള്ള ഫിഗർ കംപ്ലീറ്റ് ആയി. ഇനി ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കണം. ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വളരെ സിമ്പിളാണ്. നമുക്കറിയാം പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ മിഡ് പോയിന്റിലായിരിക്കും, അതുകൊണ്ട് സൈൻ ചേഞ്ച് ചെയ്യുന്നത് എപ്പോഴും മിഡ് പോയിന്റ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഇനി ഈ പോയിന്റിൽ 30 കിലോമീറ്റർ, ഈ കോളം ഞാൻ ആദ്യം കോളം എടുക്കുകയാണ്. കോളം എടുക്കുമ്പോൾ 30 കിലോന്യൂട്ടൺ ആൻറ്റി ക്ലോക്ക് വൈസ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യുക, ഏതായാലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു സൈൻ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിൽ റൈറ്റിലേക്ക് എടുക്കുക, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് എടുക്കുക. പക്ഷേ ഒരു പ്രോബ്ലത്തിൽ ആ ഒരു സിംഗിൾ സൈൻ കൺവെൻഷൻ തന്നെ ഫോളോ ചെയ്യുക. സോ തൽക്കാലം ഇതങ്ങ് ഫോളോ ചെയ്താൽ മതി. ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ റൈറ്റ് സൈഡിലേക്ക് 30 കിലോന്യൂട്ടൺ മാർക്ക് ചെയ്തു. വീണ്ടും ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഇവിടെ വന്നപ്പോഴത്തേക്കും ഈ സൈഡിലേക്ക് ഞാൻ 30 കിലോമീറ്റർ മാർക്ക് ചെയ്തു. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ഇവിടെ ആണ്, അത് ലൈൻ വരച്ച് ജോയിൻ ചെയ്തു. സിമിലർലി 30 കിലോമീറ്റർ താഴോട്ട് മാർക്ക് ചെയ്തു, 30 കിലോമീറ്റർ മുകളിലോട്ട് മാർക്ക് ചെയ്തു. എന്തുകൊണ്ടാണ്? ബീമിലുള്ള മൊമെൻ്റ് ആണത്. ഓക്കെ, ഇങ്ങോട്ട് 30 കിലോമീറ്റർ മാർക്ക് ചെയ്തു, ഇങ്ങോട്ടും 30 കിലോമീറ്റർ മാർക്ക് ചെയ്തു, അതും ജോയിൻ ചെയ്തു. സിമിലർലി ഈ കോളം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു 30 കിലോമീറ്റർ ഉണ്ട്, ലെഫ്റ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്തു, റൈറ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്തു, ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്തു. നമുക്കറിയാം എപ്പോഴും പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ മിഡ് പോയിന്റ് ആയതുകൊണ്ട് തമ്മിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഈ ഫിഗർ വരച്ചത് ക്ലിയർ ആയോ? കട്ടായി പോയോ? ഞാൻ എന്തായാലും ഇതിൻ്റെ റെക്കോർഡിങ് ഞാൻ ക്ലാസ് റൂമിൽ ഇടുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എടുത്ത് ചോദിച്ചാൽ മതി. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഓടിച്ചൊന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ അസംഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഏത് മെമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ മിഡ് പോയിന്റിലായിരിക്കും. പിന്നെ ഷിയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻറ്റീരിയർ കോളത്തിൻ്റെ ടോയ്സ് ആയിരിക്കും, എക്സ്റ്റീരിയർ കോളത്തിൻ്റെ ടോയ്സ് ആയിരിക്കും ഇൻറ്റീരിയർ കോളത്തിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഹൊറിസോണ്ടൽ ഷിയർ കാൽക്കുലേറ്റ് ചെയ്യും. സോ നമ്മൾ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പിയുടെ വാല്യൂ 10 കിലോന്യൂട്ടൺ കിട്ടി. ആ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ മിഡ് പോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ മിഡ് പോയിന്റിന് മുകളിലായിട്ട് റൈറ്റിലേക്കും മിഡ് പോയിന്റിന് താഴെ ലെഫ്റ്റിലേക്കും ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി കോളത്തിൻ്റെ മൊമെൻ്റ് എന്ന് പറയുന്നത് -P/h/2 ആണ്. അതിനകത്ത് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് -30 കിലോമീറ്റർ മീറ്റർ എന്ന് കിട്ടി. ഇനി ബീം മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ജംഗ്ഷൻ ഇക്വിലിബ്രിയം എടുക്കുമ്പോഴത്തേക്കും കോളത്തിനകത്ത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ബീമിൽ പോസിറ്റീവ് ആയിരിക്കും. സോ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ബീമിനകത്ത് വരുന്നത് ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇനി ബീമിൻ്റെ ഷിയർ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു പോയിൻ്റ് ബേസ് ചെയ്തിട്ട് മൊമെൻ്റ് എടുക്കുക, അതിൽ നിന്ന് നമുക്ക് ബീമിൽ ആക്ട് ചെയ്യുന്ന റിയാക്ഷൻസ് കിട്ടും. അതാണ് ബീമിൻ്റെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അതും ഞാൻ ഫിഗറിൽ മാർക്ക് ചെയ്തു. ഇനി കോളത്തിൽ ആക്ട് ചെയ്യുന്ന ആക്സിയൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സും ഈക്വൽ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ ഫിഗർ വരയ്ക്കാം. ഫിഗർ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി, ഏതെങ്കിലും ഒരു സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഫോളോ ചെയ്യാനൊരു സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? ഈ മൊമെൻ്റ് വരയ്ക്കാൻ ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ MCA എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ലേ? സോ പോയിന്റ് ഇവിടെ വയ്ക്കുക, ഇവിടെ നിന്നും എയിലേക്ക് നോക്കുക. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ്. സോ ഇങ്ങോട്ട് വരയ്ക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ്. MCA നെഗറ്റീവ് ആയതുകൊണ്ട് എ ആണ് എൻ്റെ സെൻറ്റർ പോയിന്റ്. സി ആണ് എൻ്റെ സെൻറ്റർ പോയിന്റ്. സിയിൽ നിന്നും എയിലേക്ക് നോക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പം ലെഫ്റ്റ് സൈഡിലേക്ക് വരയ്ക്കുക.
സോ ഇവിടെ 30 കിട്ടും. ഇനി MAC നെഗറ്റീവ് അല്ലേ, അപ്പം A ആണ് സെൻറ്റർ പോയിന്റ്. എയിൽ നിന്നും ഇപ്പോൾ ഞാനൊരു കോമ്പസ് എയിൽ കുത്തി വെച്ചിട്ട് സിയിലേക്ക് നോക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് ലെഫ്റ്റ് സൈഡിലേക്ക്, സോ ഇങ്ങോട്ട് വരും. സോ ഇവിടെയും 30 വരും, ഇവിടെയും 30 വരും. ഇങ്ങനെയാണ് എല്ലാ പോയിന്റിലും നമ്മൾ വരയ്ക്കുന്നത്. ഇപ്പോൾ ക്ലിയർ ആയോ? എല്ലാ പോയിന്റിലും നമ്മൾ മൊമെന്റ് മാർക്ക് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും. നമ്മൾ ആദ്യം പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് സെൻറ്റർ പോയിന്റ് ആക്കി വെക്കുക, മറ്റേ പോയിന്റിലേക്ക് നോക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് വരയ്ക്കുക, ക്ലോക്ക് വൈസ് ആണെങ്കിൽ റൈറ്റിലേക്ക് വരയ്ക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. ഓക്കെ. ആർക്കെങ്കിലും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടോ? എന്തെങ്കിലും എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് സംശയമുണ്ടോ ആർക്കെങ്കിലും ഏതെങ്കിലും ടോപ്പിക്ക്? അഖിൽ, ഗോപി, ഗോപികൃഷ്ണൻ പോയോ? ഓക്കെയാണ് സർ. അഖിൽ ദിനേശ്, ക്ലിയർ ആണ് സർ. ഇന്ന് ആബ്സെന്റീസ് ആരൊക്കെ? ഇന്ന് 60 വരെ ഉള്ളല്ലോ. ആബ്സെന്റീസ് ആരൊക്കെയാ? സാജിദ ആബ്സെന്റീസ് നോട്ട് ചെയ്യണേ. സാജിദ സർ നോട്ട് ചെയ്യാം. നോട്ട് ചെയ്തിട്ട് എനിക്കൊന്ന് മെസ്സേജ് അയച്ചിരുന്നാൽ മതി. അയക്കാം സർ. നന്ദു ഉണ്ടോ? നന്ദു വന്നിട്ടില്ലയോ? നന്ദു ഇല്ല, നന്ദു ആബ്സെന്റ് ആണ് സർ. നന്ദു ആണോ? ആബ്സെന്റ്. സർ സത്യന്റെ എക്സാം നടക്കുക. ആ ശരി ശരി ശരി. സംഗീത, സർ ക്ലിയർ ആണ് സർ. അപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ചും കൂടി കട്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. അതും കൂടി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു പോർഷൻ അങ്ങ് തീരും. അതുകൂടെ നോക്കി നമുക്ക് ഈ ഒരു ക്ലാസ് അങ്ങ് നിർത്താം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? കാണാം സർ. ഓക്കെ. അനലൈസ് ദി പോർട്ടൽ ഫ്രെയിം ഷോൺ ഇൻ ദി ഫിഗർ ബൈ പോർട്ടൽ ഫ്രെയിം മെത്തേഡ്. ഇവിടെ നമുക്ക് 2 ഫ്രെയിംസ് ഉണ്ട്. മുകളിലൊരു ഫ്രെയിമും ഉണ്ട്, താഴെ ഒരു ഫ്രെയിമും ഉണ്ട്. മുകളിൽ ജോയിൻറ്റിൽ ആക്ട് ചെയ്യുന്നത് 20 കിലോന്യൂട്ടണും അടുത്ത ജോയിൻറ്റിൽ ആക്ട് ചെയ്യുന്നത് 40 കിലോന്യൂട്ടണുമാണ്. ഹൈറ്റ് 5ഉം 5ഉം, ലെങ്ത് 4. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് കോൺട്രാ ഫ്രാക്ചർ മിഡ് പോയിന്റിലാണെന്ന് അസ്യൂം ചെയ്തു. ഷിയർ എന്ന് പറയുന്നത് ഇൻറ്റീരിയർ കോളം ടോയ്സ് ദാറ്റ് ഓഫ് എക്സ്റ്റീരിയർ കോളം. ഇവിടെയും ഇൻറ്റീരിയർ കോളം എക്സ്റ്റീരിയർ കോളം ഒന്നുമില്ല, ഒറ്റ കോളം മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് അങ്ങനെ അങ്ങ് എടുത്താൽ മതി. ഇനി ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ഇപ്പം ഇവിടെ ഒരു നടുക്കൊരു കോളം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും വ്യത്യാസം വരിക? അപ്പൊ ആ മിഡിൽ രണ്ടെണ്ണം 2 ഫ്രെയിം ആയിട്ട് എടുത്തിട്ട് ബാക്കി 2 ഫ്രെയിം സെപ്പറേറ്റ് എടുത്ത് ചെയ്യേണ്ടി വരുമായിരുന്നു. കേട്ടില്ല, ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ക്ലിയർ ആയില്ല. സാർ ഇപ്പം മിഡിലെ ഫ്രെയിം വരുവാണെങ്കിൽ ആ ഏറ്റവും എൻഡിലെ ഫ്രെയിമും മിഡിലെ ഫ്രെയിമും കൂടെ ആദ്യം നമ്മൾ അനലൈസ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും, അറിയില്ല. അല്ല, നമ്മൾ പറഞ്ഞത് കോളത്തിലെ ഷിയർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡബിൾ ദാറ്റ് ഓഫ് ഷിയർ ഓഫ് ദി എക്സ്റ്റീരിയർ കോളം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻറ്റീരിയർ ഒരു കോളം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എടുക്കുമ്പം
എക്സ്റ്റീരിയർ കോളത്തിൽ പി എടുക്കും, ഈ ഒരു എക്സ്റ്റീരിയർ കോളത്തിലും പി എടുക്കും, ഇന്റീരിയർ കോളത്തിൽ 2p എടുക്കും. മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആയത്? ക്ലിയർ സർ. നമ്മൾ നേരത്തെ കേസിൽ പിയും പിയും മാത്രമല്ലേ എടുത്തോളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ പിയും പിയും മാത്രമാണ് എടുത്തത്. ഇപ്പം നടുക്കൊരു കോളം വരികയാണെന്നുണ്ടെങ്കിൽ ഇത് പി, ഇത് പി, നടുക്കത്തെ കോളത്തിൽ 2p എന്ന് എടുക്കും. എന്നിട്ടായിരിക്കും നമ്മൾ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഹൊറിസോണ്ടൽ ഷിയർ കൺസിഡർ ചെയ്യുമ്പം 2 ഫ്രെയിമും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. ആദ്യം മുകളിലത്തെ ഫ്രെയിം എടുത്തു. മുകളിലത്തെ ഫ്രെയിമിൽ മിഡ് പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഞാൻ പി എന്നും പി എന്നും എടുത്തു. സോ മുകളിൽ നമുക്കറിയാം 20 kN മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം ഓഫ് ദി ഫ്രെയിം എടുക്കുമ്പോൾ നമുക്ക് 2p = 20 എന്ന് വരും. നമുക്ക് പിയുടെ വാല്യൂ 10 എന്ന് കിട്ടും. നേരത്തെ പോലെ തന്നെയാണ്, പിയുടെ വാല്യൂ നമുക്ക് 10 എന്ന് കിട്ടും. ഇനി ബോട്ടം ഫ്രെയിം എടുക്കുമ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള സ്ട്രക്ചർ എടുക്കുക. കാരണം ബോട്ടം ഫ്രെയിം എടുക്കുമ്പോൾ നമുക്ക് വിൻഡ് ലോഡിങ് ആയതുകൊണ്ട് മുകളിൽ ഒരു വിൻഡ് ലോഡിങ് ആക്ട് ചെയ്താൽ അതിൻ്റെ മൊത്തം എഫക്റ്റും നമ്മുടെ സ്ട്രക്ചറിൽ വരും. അതുകൊണ്ട് ഈ 20 എടുക്കണം, 40 എടുക്കണം. ഇനി രണ്ടാമത്തെ ഫ്രെയിമിൻ്റെ സെൻട്രൽ ആക്ട് ചെയ്യുന്ന ലോഡിങ്ങിന് ഞാൻ Q എന്ന് എടുക്കും. മുകളിൽ P എന്നാണെങ്കിൽ താഴെ ആക്ട് ചെയ്യുന്നതിന് ഞാൻ Q എന്ന് അസ്യൂം ചെയ്യും. സോ Qവും ഇവിടെയും Q. സോ ടോട്ടൽ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം എടുക്കുമ്പോഴത്തേക്കും Q + Q 2Q = ഇവിടുന്ന് അങ്ങോട്ട് ആക്ട് ചെയ്യുന്നത് 20 + 40. 2Q = 20 + 40. നമുക്ക് Qൻ്റെ വാല്യൂ 30 എന്ന് കിട്ടും. സോ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം എടുത്തപ്പോൾ നമുക്ക് പിയുടെ വാല്യൂ 10 എന്ന് കിട്ടി, Qൻ്റെ വാല്യൂ 30 എന്ന് കിട്ടി. അതാണ് ഹൊറിസോണ്ടൽ ഷിയർ ആക്ടിങ് ഇൻ ദി കോളംസ്. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് ഫിഗറിൽ അങ്ങ് മാർക്ക് ചെയ്യാം. ആദ്യം തന്നെ മിഡ് പോയിന്റ് എടുക്കുക, 10 kN ഇങ്ങോട്ട്, 10 kN ഇങ്ങോട്ട്, ഇവിടെയും 10 ഇങ്ങോട്ട്, 10 ഇങ്ങോട്ട്. അടുത്ത മിഡ് പോയിന്റ് എടുക്കുക, 30 ഇങ്ങോട്ട്, 30 ഇങ്ങോട്ട്, ഇവിടെ 30 ഇങ്ങോട്ട്, 30 ഇങ്ങോട്ട്. അതാണ് കോളം ഷിയർ. ഓക്കെ, ഇനി അടുത്ത കോളത്തിൻ്റെ മൊമെൻറ്റ് എടുക്കുമ്പോഴത്തേക്കും നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഈസി പോർഷൻ എടുക്കുമ്പോൾ, ഈസി പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ കോളം ഈസി പോർഷൻ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഈ 10 kN എഫക്റ്റ് വെച്ചെടുത്താൽ മതി. സോ MEC = -P × h/2. -P എന്ന് പറയുന്നത് 10 ആണ്, ഇൻറ്റു ഹൈറ്റ് 5/2, -25 കിട്ടും. അതുപോലെ MCE എടുക്കുമ്പോഴും നമുക്ക് -25 കിട്ടും. MFDയും MDFും, അതായത് റൈറ്റ് സൈഡിലുള്ള കോളംസ് FDയും DFും, അതെടുക്കുമ്പോഴും നമുക്കറിയാം അവിടെയും ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 10 ആണ്. സോ -10 × 5/2, ഇവിടെയും -10 × 5/2, നമുക്ക് -25 തന്നെ കിട്ടും. ഇനി താഴത്തെ കോളം CA എടുക്കുമ്പോൾ നമുക്കിവിടെ 30 ആണുള്ളത്. സോ -30 × 5/2 ആണ്, -75 കിട്ടും. അതുപോലെ ബാക്കി 3 കോളംസിലും -30 × 5/2 ചെയ്യുമ്പോൾ -75 കിട്ടും. സോ അതാണ് നമ്മുടെ കോളം മൊമെൻ്റ് എന്ന് പറയുന്നത്. അതും ഞാൻ ഫിഗറിൽ അങ്ങ് മാർക്ക് ചെയ്യും. 25 ആൻറ്റി ക്ലോക്ക് വൈസ്, 25 ആൻറ്റി ക്ലോക്ക് വൈസ്, 25 ആൻറ്റി ക്ലോക്ക് വൈസ്, 25 ആൻറ്റി ക്ലോക്ക് വൈസ്, ഇവിടെ 75 ആൻറ്റി ക്ലോക്ക് വൈസ്, 75 ആൻറ്റി ക്ലോക്ക് വൈസ്, 75 ആൻറ്റി ക്ലോക്ക് വൈസ്, 75 ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പം കോളം ഷിയറുമായി കോളം മൊമെൻറ്റുമായി. ഇനി നമുക്കറിയാം ബീം മൊമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ജംഗ്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ മൊമെൻറ്റ് ഷുഡ് ബി 0. സോ ഞാൻ ആദ്യം E എന്ന് പറയുന്ന പോയിന്റ് എടുക്കുകയാണ്. E എന്ന് പറയുന്ന പോയിന്റ് എടുക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ 25 kN ആൻറ്റി ക്ലോക്ക് വൈസ് ഉണ്ട്. സോ അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 25 kN ക്ലോക്ക് വൈസ് കൊടുക്കണം. സിമിലർലി ഇവിടെ 25 kN ആൻറ്റി ക്ലോക്ക് വൈസ് ഉണ്ട്. ഇതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടി 25 kN ക്ലോക്ക് വൈസ് കൊടുത്തു. അങ്ങനെയാണ് EF എന്ന് പറയുന്ന ബീമിൽ MEFും കിട്ടും, MFEയും കിട്ടും. MEF, MFE എന്ന് പറയുന്നത് ഇതിൻ്റെ നെഗറ്റീവ് സൈനാണ്. സോ 25 kN. അത് മുകളിലത്തെ ജംഗ്ഷനിലാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ജംഗ്ഷൻ C എടുക്കുമ്പോൾ നമുക്കറിയാം ജംഗ്ഷൻ സിയിൽ മൊത്തം 3 മെമ്പേഴ്സ് ഉണ്ട്. EC ഉണ്ട്,
സി എ ഉണ്ട്, സി ഡി ഉണ്ട്. അപ്പം ഇക്വിലിബ്രിയം എടുക്കുമ്പോൾ നമ്മൾ ഈ 3 മെമ്പേഴ്സിലുള്ള മൊമെൻറ്റ്സും കൺസിഡർ ചെയ്യണം. അപ്പം സിയിലുള്ള മൊമെൻറ്റ് എന്താണ്? 25 kN ആൻറ്റി ക്ലോക്ക് വൈസ്. സി എയിലുള്ളതോ 75 kN ആൻറ്റി ക്ലോക്ക് വൈസ്. സോ ഇതും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, ഇതും ആൻറ്റി ക്ലോക്ക് വൈസ്. സോ ടോട്ടലി 100 kN ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അവിടെ വരുന്നത്. അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 100 kN ക്ലോക്ക് വൈസ് കൊടുക്കണം. സോ അതാണ് ഈ ചെയ്തിരിക്കുന്നത്. ജംഗ്ഷൻ സി എടുക്കുമ്പോൾ മൊമെന്റ് ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുമ്പോൾ എം സി ഡി എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് 75 ഉണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് 25 ഉണ്ട്. അതിനെ രണ്ടിനെയും കൗണ്ടറാക്ട് ചെയ്യണം. സോ എം സി ഡി നമുക്ക് 100 kN ക്ലോക്ക് വൈസ് മൊമെന്റ് കിട്ടും. സിമിലർലി ജംഗ്ഷൻ ഡി എടുക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ്. ഇവിടെ 25 kN ആൻറ്റി ക്ലോക്ക് വൈസ് ഉണ്ട്, 75 kN ആൻറ്റി ക്ലോക്ക് വൈസ് ഉണ്ട്. സോ ടോട്ടൽ 100 kN ആൻറ്റി ക്ലോക്ക് വൈസ്. അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 100 kN ക്ലോക്ക് വൈസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ബീം മൊമെൻറ്റ്സ് കിട്ടിയത്. ഇനി ബീമിനകത്തുള്ള മൊമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ബീമിനകത്തുള്ള ഷിയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നാമത്തെ ടോപ്പ് സ്റ്റോറി എടുക്കുകയാണ്. ടോപ്പ് സ്റ്റോറി എടുക്കുമ്പോൾ അവിടെ 25 kN 25 ആണ്. അവിടുത്തെ റിയാക്ഷൻസ് ഞാൻ എഴുതി, മൊമെന്റ് ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്തു. അതിൽ നിന്ന് എനിക്ക് ആർ എഫിൻ്റെ വാല്യൂ 12.5 എന്ന് കിട്ടി, അപ്വേർഡ് ഡയറക്ഷൻ. ഇനി ആർ ഇ എന്ന് പറയുന്നത് -12.5 കിട്ടി, ദാറ്റ് ഈസ് ഡൗൺവേർഡ് ഡയറക്ഷൻ. അതും ഞാൻ ഫിഗറിനകത്ത് മാർക്ക് ചെയ്തു. ഇനി ബോട്ടം ഫ്ലോർ കൺസിഡർ ചെയ്യുമ്പോൾ അവിടുത്തെ മൊമെൻ്റ് എന്ന് പറയുന്നത് 100 ആണ്, ഇതും 100 ആണ്. അവിടെയും നമ്മൾ എന്ത് ചെയ്തു? മൊമെൻ്റ് അബൌട്ട് സി എടുക്കുമ്പോൾ ആർ ഡി ഇൻറ്റു 4 + 100 + 100. സോ നമുക്ക് ആർ ഡി എന്ന് പറയുന്നത് എന്ത് കിട്ടും? 50 kN അപ്വേർഡ് എന്ന് കിട്ടും. സിമിലർലി ആർ സി എന്ന് പറയുന്നത് -50 kN കിട്ടും, ദാറ്റ് ഈസ് ഡൗൺവേർഡ്. ഈ സെയിം വാല്യൂസ് ആയിരിക്കും കോളത്തിലുള്ള ആക്സിൽ ഫോഴ്സ്. ഞാൻ ഈ ഫിഗർ ഒന്ന് കാണിക്കാം. ഇ സി എന്ന് പറയുന്ന കോളത്തിലുള്ള ആക്സിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഈ സൈഡിൽ വരുന്ന ഷിയർ ഫോഴ്സ് ആയിരിക്കും. അതുപോലെ എഫ് ഡി എന്ന് പറയുന്ന കോളത്തിൽ വരുന്ന ആക്സിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ സൈഡിൽ വരുന്ന ഷിയർ ഫോഴ്സ് ആയിരിക്കും. ഈ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഇ സിയിൽ വരും, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത് എഫ് ഡിയിൽ വരും. ഇനി സി എ കണക്കൂട്ടുമ്പോൾ എന്തായിരിക്കും വരുന്നത്? സി എ നോക്കുമ്പോൾ ഈ രണ്ട് ബീമിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ വരുന്നതിൻ്റെ സമ്മേഷൻ എടുക്കും. അതുപോലെ ഡി ബി നോക്കുമ്പോൾ ഈ രണ്ട് ബീമിൻ്റെയും റൈറ്റ് സൈഡിൽ വരുന്നതിൻ്റെ സമ്മേഷൻ എടുക്കും. സോ ആക്സിൽ ഫോഴ്സ് എടുക്കുമ്പോൾ ഇ സിയിലുള്ള ആക്സിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഷിയർ ഫോഴ്സ് അറ്റ് ഇ എഫ്, അത് 12.5 kN ഡൗൺവേർഡ്സും. എഫ് ഡിയിലുള്ള ആക്സിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ഓഫ് എഫ് ഇ, അത് 12.5 kN അപ്വേർഡ്സും കിട്ടും. ഇനി സി എ എന്ന് പറയുന്നത് ഈ ഒരു റീജിയനാണ്. ഈ ഒരു കോളം എടുക്കുമ്പോൾ അവിടെ നമുക്കറിയാം മുകളിൽ രണ്ട് ഷിയർ ഫോഴ്സസ് വരുന്നുണ്ട്, 12.5 ഡൗൺവേർഡ്സും 50 ഡൗൺവേർഡ്സും. So 12.5 + 50 total acting downwards. So 62.5 kN acting downwards. ഇനി ഡി ബി പോർഷൻ എടുക്കുമ്പോഴത്തേക്കും അവിടെ 12.5ഉം 50ഉം അപ്വേർഡ്സ് ആണ്, അതിൻ്റെ സമ്മേഷൻ ആക്ടിങ് അപ്വേർഡ്സ്. അതാണ് ആക്സിൽ ഫോഴ്സ് ആക്ടിങ് ഇൻ ദി കോളംസ്. ഇത്രയും ആകുമ്പോഴത്തേക്കും നമ്മുടെ കമ്പ്യൂട്ടേഷൻസ് കഴിയും. പിന്നെ ഫിഗർ വരയ്ക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മളിപ്പം എം സി എ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സി സെൻറ്റർ പോയിന്റ് ആക്കി വയ്ക്കും, എയിലേക്ക് നോക്കും, ക്ലോക്ക് വൈസ് ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്കും ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കും. അങ്ങനെയാണ് നമ്മൾ മൊമെൻറ്റിൻ്റെ ഫിഗർ വരയ്ക്കുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഈ ഫിഗറിനകത്ത് നിന്ന് നമുക്കറിയാം സി ഡി പോർഷനിൽ 100 kN ക്ലോക്ക് വൈസും സി എ പോർഷനിൽ 75 kN ആൻറ്റി ക്ലോക്ക് വൈസുമാണ്. അത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുന്നു, അതായത് ഈ പോയിന്റിൽ നിന്നും നമ്മൾ ആ പോയിന്റിലേക്ക് പെൻസിൽ വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങോട്ടായിരിക്കും ക്ലോക്ക് വൈസ് വരുന്നത്. സോ ഇങ്ങോട്ട് 100 kN, അതാണ് ഇവിടെ 100 ഞാൻ മാർക്ക് ചെയ്തത്. ഓക്കെ, അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പം റൈറ്റ് സൈഡിലേക്ക് അങ്ങോട്ടായിരിക്കും 100 kN. സോ അങ്ങോട്ട് ഞാൻ 100 മാർക്ക് ചെയ്തു.
പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ മിഡിലായിരിക്കും. ഈ രണ്ട് പോയിന്റ്സും തമ്മിൽ ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ഈ 100 kN ഞാൻ മാർക്ക് ചെയ്തത്. ഇനി 75 മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടുന്ന് ഞാൻ കോമ്പസിൻ്റെ സെൻറ്റർ പോയിന്റ് ഇവിടെ വെച്ചു, പെൻസിൽ അങ്ങോട്ട് വെച്ചു, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ ലെഫ്റ്റ് സൈഡിലേക്ക് മാർക്ക് ചെയ്തു 75. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വയ്ക്കുമ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങോട്ടാണ്. സോ ഇവിടെയും 75 മാർക്ക് ചെയ്തു, അത് തമ്മിൽ ജോയിൻ ചെയ്തു. ഇങ്ങനെയാണ് ഓരോ പോയിന്റിൽ നിന്നും നമ്മൾ മൊമെൻറ്റ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ പോർട്ടൽ ഫ്രെയിം മെത്തേഡ് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ ചോദിക്കാം. എല്ലാവരും കിളി പോയിരിക്കാൻ തോന്നുന്നല്ലോ. ഇന്റീരിയർ കോളം വരുമ്പോൾ ഒരു കേസ് പറഞ്ഞില്ല, അത് ഇന്റീരിയർ കോളത്തിന്റെ എക്സാമ്പിൾ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റീരിയർ കോളം വരുമ്പം ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സ്റ്റെപ്പുകളൊക്കെ സെയിം തന്നെയാണ്. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ്, അതായത് ഇവിടെ ഞാൻ പി എന്നും ക്യൂ എന്നും അസ്യൂം ചെയ്തെടുത്തല്ലേ. അപ്പം ഇവിടെ ഒരു ഇന്റീരിയർ കോളം ഉണ്ടെന്ന് വെച്ചോ. അപ്പം ഇവിടെ വരുമ്പോൾ ആദ്യത്തെ ടോപ്പ് ഫ്രെയിം വരുമ്പോഴത്തേക്കും 20 kN റൈറ്റ് സൈഡിലേക്ക്. സോ 20 ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു പി, ഇവിടെ ഒരു പി, ഈ നടുക്കത്തെ കോളത്തിൽ 2p. സോ 2p പ്ലസ് p പ്ലസ് p, അപ്പോൾ 4p വരും. അപ്പോൾ 4p ഈസ് ഈക്വൽ ടു 20 എന്ന് വരും. മനസ്സിലായോ? മനസ്സിലായി. അപ്പം പിയുടെ വാല്യൂ 5 എന്ന് വരും. സിമിലർലി താഴത്തെ സ്റ്റോറി വരുമ്പോഴത്തേക്കും ഇത് ക്യൂ, നടുക്കത്തെ കോളത്തിൽ 2q എന്ന് വരും. അപ്പം 4q ഈസ് ഈക്വൽ ടു 20 പ്ലസ് 40 എന്ന് വരും. ക്ലിയർ ആയോ? ബാക്കി സ്റ്റെപ്പുകളൊക്കെ സെയിം തന്നെയാണ്. ബാക്കി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. അപ്പൊ ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുന്ന നടുക്കത്തെ കോളത്തിന്റെ വരയ്ക്കേണ്ടി വരയ്ക്കണം. ഇപ്പം അത് ഞാൻ അതിന്റെ എക്സാമ്പിൾ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. നോക്കിയിട്ട് ഞാൻ വേണമെങ്കിൽ അത് ഞാൻ ഇതിനകത്ത് ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. അത് വരുമ്പോഴത്തേക്കും ശരിക്കും ഇപ്പം നമുക്ക് ഇവിടുന്ന് നമുക്ക് പിയുടെയും ക്യൂവിൻ്റെയും വാല്യൂ കിട്ടി. ഓക്കെ, കേൾക്കുന്നുണ്ടോ? അപ്പം നടുക്കത്തെ കോളത്തിന്റെ മൊമെന്റ് വരുമ്പോഴത്തേക്കും നമുക്കറിയാം നടുക്കത്തെ കോളത്തിൽ 2p ആണ് മൊമെന്റ് വരുന്നത്. സോ ഇക്വേഷനകത്ത് -2p × h/2 എന്ന് വരും മൊമെന്റ് കണ്ടുപിടിക്കാൻ വരുമ്പോൾ. മനസ്സിലായോ? നടുക്കത്തെ കോളത്തിനകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 2p ഉണ്ട് അവിടെ. അപ്പം 2p × h/2 എന്ന് വരും. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതുപോലെ നടുക്കത്തെ കോളത്തിന് വരുമ്പോൾ എല്ലാം അങ്ങനെയായിരിക്കും നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത്. 2p × എന്ന് പറഞ്ഞിട്ട് വരും. ഇനി ബീം മൊമെന്റ് കണ്ടുപിടിക്കാൻ വരുമ്പോഴത്തേക്കും ആ നടുക്കത്തെ ജംഗ്ഷന് വരുമ്പോഴത്തേക്കും ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞതുപോലെയാണ്. ഞാൻ ഈ സി എന്ന് പറയുന്ന പോയിന്റ് പറഞ്ഞില്ലേ, നടുക്കത്തെ ജംഗ്ഷൻ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ 25 വരും, ഇവിടുത്തെ 75 വരും എന്ന് പറഞ്ഞില്ലേ. അപ്പം ഈ ഒരു പോയിന്റ് വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പോയിന്റിന് മുകളിലോട്ടുള്ള ക്ലോക്ക് വൈസ് ആ മൊമെന്റ് വരും, ഈ പോയിന്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ടുള്ള മൊമെന്റ് വരും, ഈ റൈറ്റ് സൈഡിലോട്ടുള്ള മൊമെന്റ് വരും. മൊത്തം മൊമെന്റിന്റെയും കൂടി സമ്മേഷൻ എടുക്കേണ്ടി വരും. കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം ആണത്. അത്രയും കട്ടിയോടൊന്നും വരത്തില്ല. ഞാൻ അതിൻ്റെ അങ്ങനത്തെ എക്സാമ്പിൾ ഉണ്ടെങ്കിൽ ഞാൻ അത് ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. വേറെ എന്തെങ്കിലും സംശയങ്ങൾ? സന്ദീപേ? സർ കേൾക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. അശ്വിനുണ്ടോ? അതോ അശ്വിൻ പോയോ?
അശ്വിനൊക്കെ പോയെന്ന് തോന്നുന്നു. ഗോപികൃഷ്ണൻ മനസ്സിലായോ? ഗോപി സാർ മനസ്സിലായി, ബാക്കി ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാവുമായിരിക്കും കുറച്ചുകൂടെ. ഒന്ന് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം, വർക്കൗട്ട് ചെയ്ത് നോക്കണം. ചുമ്മാ ഇത് ജസ്റ്റ് ലിസൺ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പിന്നെ റെക്കോർഡിങ്ങും കൂടി ഇടുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത്. പിന്നീട് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ അടുത്ത് നോക്കാമല്ലോ. ഓക്കെ സാർ. ഫ്ലോറി അസൈൻമെന്റ് ക്വസ്റ്റ്യനിലാണ്ട് ഇത് കണക്ക് ബീമിന്റെ കേസ് കോളത്തിന്റെ കേസാണോന്ന് കൊടുത്തിട്ടില്ല. അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഞാൻ അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണത് കോളം അനാലിസിസ് ആണ്. അതിനകത്ത് അവർ അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. കോളം അനാലിസിസ് തന്നെ ചെയ്താൽ മതി. ബീം അനാലിസിസ് അല്ല, കോളം അനാലിസിസ് ചെയ്യേണ്ടത്. ഓക്കെ സാർ. സൗരവ് കുഴപ്പമില്ല സാർ. ശ്യാം സാർ കുഴപ്പമില്ല സാർ. രജോ മനസ്സിലാവുന്നുണ്ട് സാർ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക ക്ലാസ് റൂമിൽ. കേട്ടോ? സാർ ഓക്കെ, അപ്പം താങ്ക് യു. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു സാർ.